അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അതിന് ഹൈ പ്രൊട്ടക്ഷൻ ഉണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ചുമയാണ്, ഇപ്പം അലർജി ചുമ പോലുള്ള ഒരു പ്രത്യേക വൈറസ്, പെട്ടെന്ന് ശബ്ദം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം, ഇങ്ങനെ പല പ്രതിസന്ധികളും നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികപരമായിട്ടും പ്രയാസങ്ങളുണ്ട്. ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങളുടെ കൂടെ ഇങ്ങനെ ഒഴുകുക എന്നല്ലാതെ, അതായത് ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടിയിട്ട് അവനെ എന്ത് അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളതെന്ന് ചിന്തിക്കുമ്പോ അല്ലെ, ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ദിവസം കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത് അല്ലെ. ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും സെൽഫ് എംപ്ലോയി ആയാലും അവരുടെ എല്ലാം മൊത്തം കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടബാധ്യതയിലേക്കും നീങ്ങുന്ന അവസ്ഥാവിശേഷമാണ്. അതിനുള്ള സൊല്യൂഷൻ എന്താണ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുമ്പോൾ പല പല മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചു കൊച്ചു ചെറിയ കുട്ടികളാകുമ്പോൾ കണ്ട സ്വപ്നങ്ങൾ, പിന്നീട് യൗവനത്തിലേക്ക് വന്നപ്പോൾ കണ്ട സ്വപ്നങ്ങൾ, ഇതെല്ലാം നമ്മളിപ്പോ കുഴിച്ചു മൂടിയിരിക്കുക. പക്ഷെ അതെല്ലാം തന്നെ പുറത്തേക്കെടുത്ത് അതിനെ നിറം ചാർത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് ആരുടെ മുമ്പിൽ നിന്നും പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മുഹൂർത്തം എന്ന് പറയുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമുക്ക് ഇത്ര അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2023 കൂടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസ്സാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാന ഗവൺമെന്റുകളും ഈ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിക്കും. ഇതൊരു വ്യവസായമാണ്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ രണ്ടാളെ ചേർക്കുന്ന ഒരു പരിപാടിയായിട്ട് ആരൊക്കെ ചിന്തിക്കുന്നുവോ അവർക്ക് ഇതിനകത്ത് വളരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കുറെ ആളുകളെ ചേർത്ത് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും വളരാൻ വേണ്ടി സാധിക്കില്ല. ഇത് വലിയ വ്യവസായമാണ്, ഇതൊരു ബിസിനസ് അല്ല, ആളെ ചേർക്കൂലല്ലേ. ഇത് വലിയൊരു വ്യവസായമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അവിടെയാണ് നമ്മുടെ വിജയം തുടങ്ങുന്നത് തന്നെ. അവിടെയാണ് വിജയം തുടങ്ങുന്നത്. നിങ്ങൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ആളെ ചേർക്കണ പണിയല്ലേ, എനിക്ക് പറ്റില്ല കേട്ടാ, ഞാനാരോടും പറയില്ല കേട്ടാ, പ്രൊഡക്റ്റ് വേണമെങ്കിൽ പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കാം, നമ്മൾ തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച്. എന്തോ ഒരു മോശമാണ് ആളുകളെ ചേർക്കൽ, അല്ലെങ്കിൽ ആളുകളോട് പറയൽ, ആളുകളോട് ഷെയർ ചെയ്യൽ എന്ന് ഉള്ള ഒരു അവസ്ഥ, ഒരു മനോഭാവമാണ് ആളുകളിൽ പലർക്കും ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ എന്തോ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് പറയുമ്പോ എന്റെ വില കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു തോന്നലാണ് പറയുന്നത് അല്ലെ. എന്ത് വിലയാണ് നമുക്കുള്ളത് അല്ലെ. ഒരു ശ്വാസം നിലച്ചാൽ എല്ലാം തീർന്നു, അതിന് ജീവച്ഛവമായി അത് അല്ലെ. അതിന്റെ ഇടയിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് ഈ ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. ഒന്ന് സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, ഒന്ന് ചിരിച്ച് അല്ലെ, എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം ആദ്യം. അപ്പൊ ഞാൻ സബ്ജക്ട് മാറിപ്പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത് ഇത് വലിയൊരു ഇൻഡസ്ട്രി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതൊരാളെയും നമുക്ക് ഈ മേഖലയിലേക്ക് ഇന്ന് ക്ഷണിക്കാൻ വേണ്ടി സാധിക്കും. സാധാരണക്കാരനെ ക്ഷണിക്കാൻ വേണ്ടി സാധിക്കും, ഹൈ പ്രൊഫഷണൽ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ ടോപ്പ് ഒഫീഷ്യൽസിനെ ക്ഷണിക്കാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ നമുക്ക് ക്ഷണിക്കാൻ വേണ്ടി സാധിക്കും, മറ്റ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരെ നമുക്ക് ക്ഷണിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ A to Z സമൂഹത്തിലുള്ള സകല സമസ്ത മേഖലകളിലുള്ള ആളുകളെയും ക്ഷണിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയും. ഇത് ലീഗലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. ഇനി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും വേണ്ട അല്ലെ. ബാക്കി എല്ലാ മേഖലകളിലും നമുക്കൊരു ജോലി, ഒരു പ്യൂണിന്റെ ജോലിക്ക് പോകണമെങ്കിലും അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഒരു LD ക്ലർക്കിന്റെ ജോലിക്ക് പോകണമെങ്കിൽ അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഒരു നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിങ്ങിലുള്ള ബെനിഫിറ്റ്സ് ആണ് ആദ്യത്തെ തന്നെ നോ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ വിഷയമല്ല. അതുപോലെ തന്നെ നോ ഏജ് ലിമിറ്റ് എന്നതാണ്. നമ്മളെ വയസ്സ് ഇവിടെ പ്രശ്നമല്ല എന്നുള്ളതാണ്. ആർക്ക് വേണം, സലീം കെനെ പോലത്തെ ചെറുപ്പക്കാരനും അല്ലേ, ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാമെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ചെറുപ്പം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്.
തൊക്കിന്റെ നിറം നോക്കിയിട്ടോ അല്ലെങ്കിൽ തൊക്കിന്റെ ചുളിവ് നോക്കിയിട്ടോ ഒന്നും അല്ല, അല്ലെങ്കിൽ മുടിയുടെ കറുപ്പ് നോക്കിയിട്ടോ വെളുപ്പ് നോക്കിയിട്ടോ ഒന്നും അല്ല വയസ്സ് പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ വയസ്സാണ് നമ്മുടെ യഥാർത്ഥ വയസ്സെന്ന് പറയും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? വയസ്സ് ഇവിടെ പ്രശ്നമല്ല, ഏജ് പ്രശ്നമല്ല, ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, ലിംഗം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടത് എന്താണ്? എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി, ഒരു ഉറച്ച തീരുമാനം ഉണ്ടായാൽ മതി. ഏത് കൊടുങ്കാറ്റ് വന്നാലും ഞാൻ പിന്നോട്ട് പോകില്ല, ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ, മനസ്സിലായില്ലേ? മാറില്ല. അതിന്റെ ഇടയിൽ 100 വന്നാലും മോഹന വാഗ്ദാനങ്ങൾ വന്നാലും ഞാൻ പിന്മാറില്ല എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരാൾ വിജയത്തിലേക്ക് പറന്നുയരാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന്. ഇത്രയും മനോഹരമായ ഒരു ഇൻഡസ്ട്രി എന്ന് ലോകത്തില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ വിജയിക്കണം എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ബാക്കി എല്ലായിടത്തും നമ്മൾ എന്താ ഷെയറിംഗ് നടക്കൂല, മനസ്സിലായില്ലേ? ഷെയറിംഗ് നമ്മുടെ ആവശ്യങ്ങളും സാധ്യതകളും ഒക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അവരുടെ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളെ നിങ്ങൾക്ക് തട്ടി ഉണർത്താൻ വേണ്ടി സാധിക്കണം. അവർക്കാണ് ഡയറക്റ്റ് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അല്ലെ? ഇവിടെയാണെങ്കിൽ റിസ്ക് ഇല്ല, നോ റിസ്ക്. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും മേഖലയിൽ ചെന്നിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യണം, ബിസിനസ് ചെയ്തിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാൽ, ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം പല ബിസിനസ് ചെയ്ത് പൊട്ടിത്തകർന്ന ആളാണ്. ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു, അത് റീറ്റെയിൽ ഉണ്ടായിരുന്നു, ഹോൾസെയിൽ ഉണ്ടായിരുന്നു. അവസാനം നമ്മളെ സ്റ്റാളുകൾ ഉണ്ടാവില്ല, അല്ലെ? പല സ്ഥലത്ത് ഉത്സവത്തോട് ആ സ്റ്റാളുകളിൽ വാരി കൊടുത്തിട്ട് വിറ്റ് തീർത്തവനാണ്. കിട്ടിയ പൈസ കൊടുത്തതാ, ഒരേ സാധനം കിട്ടിക്കിടക്കുക, എന്താ ചെയ്യാ, അല്ലേ? ഒന്നെടുക്കുമ്പോൾ 2 എണ്ണം ഫ്രീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണില്ലേ? അങ്ങനെ വിറ്റൊഴിവാക്കിയാണ് ടെക്സ്റ്റൈൽ ഐറ്റംസ്, പലചരക്കുകളാ, ഹോട്ടലുകള്. ഇങ്ങനെ ചെയ്യാത്ത ബിസിനസ് ഒന്നുമില്ല. അതെല്ലാം എന്താണ്? പടവലങ്ങൾ വളരുമ്പോൾ താഴോട്ടാണ് അതിന്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പടവലങ്ങൾക്ക് നമുക്കറിയാലേ, പന്തലിട്ട് താഴോട്ടാണ് അത് വളരുക, അതൊരിക്കലും മുകളിലോട്ട് വളരാറില്ല. താഴോട്ട് വളരുന്ന ബിസിനസ് നിങ്ങൾ വീണ്ടും ഇപ്പം വളർന്ന് മോഹിച്ചു നിന്നാൽ അത് താഴോട്ടേ വളരുള്ളൂ. താഴോട്ട് വളരുന്നതിനനുസരിച്ച് നശിച്ചു പോകുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ കഥ മുഴുവൻ ആളുകൾക്ക് അറിയാം, അല്ലേ? ഇന്നൊരു പക്ഷെ ഞാനിവിടെ ഈ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഒന്നും വന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് നന്ദി. ഒരുപക്ഷെ നമ്മളൊന്നും കാണുമായിരുന്നില്ല, ഇങ്ങനെ ഒരു പേര് പോലും ആരും കേൾക്കുമായിരുന്നില്ല, മനസ്സിലായ? ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം, ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിനെ നിങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ചില പദ്ധതികളുണ്ട് സുഹൃത്തുക്കളെ. ഈ പ്രോഗ്രാമിൽ വന്നിരിക്കാൻ തന്നെ ഒരു പദ്ധതി ദൈവം ആവിഷ്കരിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഈ വന്നിട്ട് എത്രയോ നാൾ വയട്ടോറിയത്തിൽ വന്ന ആളുകളുണ്ട്, എത്രയോ നാൾ ഇതിലൂടെ വന്ന് വഴിപോക്കന്മാരെ പോലെ കയറി ഇറങ്ങിപ്പോയ ആളുകളുണ്ട്, ഇല്ലേ? ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും തന്നെ ഇതിനകത്ത് വരാനോ സ്റ്റിക്ക് ഓൺ ചെയ്യാനോ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനോ സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് വീണ്ടും പറയുന്നു, നമ്മൾ മനസ്സിളകാതെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ വയട്ടോറിയം ഏറ്റെടുത്തപ്പോഴും എന്റെ പല സുഹൃത്തുക്കളും വന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പ്രോഗ്രാമിൽ പറയാറുണ്ട്, എന്നെ നേരിട്ട് അറിയുന്ന ഒരാൾ പോലും ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ നേരിട്ട് അറിയോ? ഒരാളുണ്ടെങ്കിൽ നിന്നെ നേരത്തെ അറിയാമെന്ന് പറയൂ. ഒരാളും ഇല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. നമ്മൾ അടുത്ത ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ ഒന്നും തന്നെ കട്ടയ്ക്ക് നിന്നിട്ട് നമ്മുടെ കൂടെ ഇതുപോലെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 പ്രൊഡക്റ്റ് ഒക്കെ എടുക്കും, അവർ ഒഴിഞ്ഞു മാറും. എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നോക്കണം. ഞാൻ അങ്ങനെയാണ്, കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും, പക്ഷെ അത്രയും സജീവമായിട്ട് നമ്മളെ പോലെ വരാൻ തയ്യാറുള്ളവർ അപൂർവം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 90% ആളുകൾക്കും 99% ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളെ ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകൾ തന്നെ ഒരു സമയമാകുമ്പോൾ അവർ പകർന്നകലുന്നത് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെ? കുഴപ്പമില്ല, അവർ പകർന്നകലുന്നോട്ടെ, അല്ലെ? തള്ളക്കോഴികള്, ഇല്ലേ? കുഞ്ഞുകോഴികളെ എന്തിനാ വളർത്തുക? അതിങ്ങനെ കുറച്ചാൾ കൊണ്ടു നടക്കും. പിന്നെ തള്ളക്കോഴിയുടെ പാട്ടിന് പോയാലും ആ കുഞ്ഞുകോഴികൾ വളരാറില്ലേ? അതുപോലെ നമുക്കും സാധിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോൺസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്പോൺസർ, ഒരാളെ എനിക്ക് വിളിച്ച ID നമ്പർ തന്നു, ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറന്നുയർന്നത് എന്റെ മനസ്സിലുള്ള ആവേശവും എന്റെ അത്യാവശ്യവും കൊണ്ട് ഇടവും വലവും നോക്കാതെ അങ്ങ് സഞ്ചരിച്ചപ്പോ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഇടവും വലവും ചേർത്ത് പിടിച്ച് സഞ്ചരിച്ചപ്പോ സുഹൃത്തുക്കളെ, വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചതാണ്. അപ്പൊ ഇവിടെ നോ റിസ്ക് ആണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഒരു റിസ്ക് ഇല്ല നമ്മളെ സംബന്ധിച്ചുള്ള. ലക്ഷങ്ങൾ മുടക്കാനില്ല. ഇവിടെ മുടക്കേണ്ടത് എന്താണെന്നറിയോ? വിജയിക്കണം എന്നുള്ളത് നിങ്ങളുടെ
ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് വിജയിച്ചേ പറ്റുന്നുള്ള മനോഭാവത്തെ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആറ്റിറ്റ്യൂഡിനെ മാറ്റണം. വിജയിക്കുന്ന ആ ഒരു മനോഭാവം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നോ റിസ്ക്. ഒരു എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ, അല്ലെ? എന്നാൽ റിസ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൽ നിന്നും വളരെ ചെറിയ എമൗണ്ട് മതി നമുക്ക് തുടങ്ങും. ക്യാപിറ്റൽ വേണമെന്ന് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, അതൊരു ക്യാപിറ്റലായിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോളൂ. അത്യാവശ്യം പുറത്തേക്ക് സഞ്ചരിക്കണം, ഒരാളെ കാണണം, ഇല്ലേ? അതിനൊക്കെ നിസാര എമൗണ്ട് മതി. അതൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ്. നേരെ മറിച്ച് നിങ്ങളൊരു ചെറിയൊരു കട തുടങ്ങണമെങ്കിൽ പോലും, ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് പോയിട്ട് ചെറിയൊരു ബിസിനസ് ലോൺ എടുത്ത് തുടങ്ങണമെങ്കിൽ പോലും നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. ചിലപ്പോൾ നാളെ അത് പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ റിസ്ക് ഫ്രീ ആണ് ഇവിടെ. അതാണ് ആദ്യം തന്നെ നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. റിസ്ക് ഫ്രീ, നോ ടെൻഷൻ, നോ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് ഹീറോ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ആ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ഹീറോയിലേക്ക് എത്തിക്കുന്നത്. പലരും ഇവിടെ പരാജയപ്പെടാനുള്ള കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, അല്ലേ? പിന്നെന്താ? അത് 2 ആളോട് പറയും, 4 ആളോട് പറയും, 5 പേരോട് പറയും, 10 പേരോട് പറയും. അത് കഴിയുമ്പോൾ അവർ അടുത്ത വഴിക്ക് പോവാണ്. എവിടെയെങ്കിലും ജോലി കിട്ടുമെന്നാ വീണ്ടും ചോദിക്കുന്നത്, അല്ലെ? അതാണ് ഞാൻ കുറച്ച് നാളൊക്കെ നടന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് അറിയുന്നവർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പിന്നെ പ്രൊഡക്റ്റ് പോകുന്നില്ല. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്. അവിടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചെടുക്കുന്നത്. നമ്മളെ ബന്ധങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പലർക്കും അവിടെ ബിസിനസ് എന്താ പറയുക, സ്റ്റോപ്പ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും, ഇടിച്ചു നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ തളർന്നു പോകരുത്. അവിടെ നിന്നാണ് യഥാർത്ഥ തുടക്കം എന്ന് പറയുന്നത്. മനസ്സിലായ? ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു നാളികേരത്തിന് അകത്തുള്ള മധുര മനോഹരമായ അല്ലെ ആ ഇളനീർ പൊട്ടിച്ചിട്ട് ആ വെള്ളം കുടിക്കണമെങ്കിൽ, അതിനകത്തുള്ള ഇളനീർ കഴിക്കണമെങ്കിൽ അല്പം പണിയുണ്ട്. അല്ലെ? ആദ്യം ഒന്ന് ചകരിയാണ്. ആ ചകരി ഒന്ന് കൊത്തുമ്പോൾ കുറച്ചൊക്കെ കിട്ടും, അല്ലെ? ചകരി ഇങ്ങനെ കൊത്തിയെടുക്കാൻ പെട്ടെന്ന് കിട്ടും. ചകരി കൊത്തി കഴിയുമ്പോൾ പിന്നെ കാണുന്നത് എന്താണെന്നറിയോ? ചിരട്ടയാണ്. ഭയങ്കര കട്ടിയുള്ള ചിരട്ടയാ. ചിരട്ട കൈ കൊണ്ട് തോണ്ടി എടുക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റുമോ? അത് ചകരി എടുത്തതുപോലെ ഈ ചിരട്ട എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ്. ആദ്യം കുറച്ച് ആളുകൾ വരും, പിന്നെ വലിയ പാറ പോലത്തെ ഒരു ചിരട്ട പോലെ നിങ്ങളൊക്കെ അവിടെ പ്രതിസന്ധി വരും. അപ്പം തളർന്ന് പുറകോട്ട് ഓടരുത്. ഇപ്പൊ പുതിയ ആളുകളിലേക്ക് കാണാനും അവരുടെ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാനും ലീഡേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒന്നുകൂടി ഇറങ്ങി പുറപ്പെടാനും തയ്യാറാകണം. അവിടെയാണ് വിജയം തുടങ്ങുന്നത്. ആ അവസ്ഥ വരുമ്പോൾ പലരും മാറുകയാണ് ചില ആളുകൾ. എന്നിട്ടോ ആ ചിരട്ട അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന മധുര മനോഹരമായ ഇല്ലേ ആ ഇളനീർ തുള്ളികൾ, അല്ലെ? ആ വെള്ളം ഒന്ന് കുടിക്കുമ്പോൾ എന്ത് ആശ്വാസം, അല്ലെ? നോക്കണം, പ്രകൃതി നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ വിഭവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മധുര പാനീയമാണ് എന്ത് നമ്മുടെ ഈ ഇളനീർ എന്ന് പറയുന്നത്, അല്ലെ? ആലോചിച്ച് നോക്കണം പ്രകൃതിയുടെ കരുതൽ ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെ? പിന്നെ അതിപ്പോ അതും കൂടെ കഴിക്കുമ്പോൾ വയറും നിറയും. അതുപോലെയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു മനോഭാവം, അതായത് പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ എല്ലാം ആക്കി മാറ്റുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി സംസാരിക്കുക. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ടോട്ടൽ ചേഞ്ച് ആവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകളുള്ളത്? അതിനുള്ള എക്സ്പീരിയൻസ് എവിടെയാണ് തരുന്നത്? അല്ലെങ്കിൽ ഏത് ജോലിക്ക് പോയാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ LD ക്ലർക്കായിട്ട് ജോലിക്ക് പോയി, അല്ലെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് ജോലിക്ക് കയറി, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറി, അവിടെ മിണ്ടാൻ പോലും പറ്റൂല, അല്ലെ? മിണ്ടാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ. ആ ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ മുഴുവൻ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ്, അല്ലെ? അത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിസ്സാരമല്ല എന്റെ സുഹൃത്തുക്കളെ. വേറൊരു തലത്തിലേക്ക് നമ്മൾ ഉയർത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെ, അറിഞ്ഞോ അറിയാതെയോ നമുക്കത് പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കാത്ത എത്രയോ കഴിവുകളുടെ, അല്ലെ, സർവകലാബല്ലവന്മാരാണ് മനുഷ്യർ ഓരോരുത്തരും. അതൊന്നും പുറത്തെടുക്കാതെ ഇവിടെ സലീംക്ക് പാട്ട് പാടും. ഇപ്പൊ പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും, സമയമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായ? അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും. മനസ്സിലായില്ലേ? എല്ലാവർക്കും സാധിക്കും അത്. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിരവധി കഴിവുകളുണ്ട്. ഈ കഴിവുകളെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു അവസരവും വേറെ ഒരു ഇൻഡസ്ട്രിയിലും കിട്ടില്ല. നമ്മുടെ കഴിവുകളെ മുഴുവൻ പുറത്തേക്ക് എടുക്കാനും, അല്ലെ, ഒന്നിച്ച് ആഘോഷിക്കാനും നമുക്ക് സാധിക്കും. നാളെയും മറ്റന്നാളും നടക്കുകയാണ് പ്രോഗ്രാം RTP എന്ന് പറയുന്നത്, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. അവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അവിടെ ഒന്ന് നിങ്ങളെ പഠിപ്പിക്കൽ മാത്രമല്ല, അവിടെ നമ്മളൊരു കുടുംബത്തിലെ കൊച്ചുകുട്ടികളെ നമ്മൾ വളർത്തും പോലെ, അല്ലെ, വളരെ സന്തോഷത്തോടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന സ്നേഹം നമ്മൾ ഷെയർ ചെയ്യുമ്പോഴുള്ള ഒത്തിരി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഏറ്റവും പറ്റിയ ഇൻഡസ്ട്രിയാണ്
ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയും. നമ്മുടെ കുട്ടികളെ IAS, IPS അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അഡ്വക്കേറ്റ്സോ എന്ത് പഠിപ്പിച്ചാലും LLB പഠിപ്പിച്ചാലും അവർക്കൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇല്ലേ, ഞാൻ പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സംസാരശേഷി, ഇവിടെ സ്കില്ലുകൾ മൊത്തം ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സ്കില്ലുകളെ എല്ലാം ഇവിടെ എടുത്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. സ്കില്ലുകൾ ഡെവലപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഒരാളോട് നേരിട്ട് നിന്ന് സംസാരിക്കാൻ മടിയുള്ള നാണമുള്ള ആളുകളുണ്ട് ഇല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവരൊന്നും ഒരു പുരുഷന്മാരോട് നേരിട്ട് നിന്ന് സംസാരിക്കില്ല അല്ലെ. എന്താ ജനലിന്റെ പിറകിലൂടെ അല്ലെങ്കിൽ ഡോറിന്റെ പിറകിൽ നിന്നിട്ട് ഇങ്ങനെ ചാരി നിന്നിട്ട് ഇല്ലേ, തട്ടം മറച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇന്ന് പുരുഷന്മാരെക്കാൾ തന്റെ ഇടത്തോടുകൂടിയിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്ന ആർജവം നേടിക്കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം നമ്മള് ഇല്ലേ. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷനാണ് മനുഷ്യനെ ലോകത്ത് വിജയിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങളിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിംഗ് എല്ലാം തോന്നും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിംഗിൽ നമ്മളെ പ്രൊജക്ടിനെ കുറിച്ച് പറയാൻ പറ്റുമോ, നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ പറ്റുമോ, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുമോ, നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് കുറച്ച് ശുദ്ധീകരിച്ചെടുക്കണം അല്ലെ, ഒന്ന് സ്ഫുടം ചെയ്തെടുക്കണം. അപ്പൊ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു അവസരം, വേദികൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വേറെ ലെവലിലേക്ക് അങ്ങോട്ട് മാറും എന്നുള്ളതാണ്. മനസ്സിലായ? ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുത്താലും തീരില്ല കേട്ടാ. ഞാൻ ജസ്റ്റ് അത് ഒരു പോയിന്റ് മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ, ഇതെല്ലാം നമ്മളിൽ അറിയാതെ വളരുകയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലേക്ക്. അതുപോലെ നന്നായിട്ട് സംസാരിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെയുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ള ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണ രീതികൾ അല്ലെ, നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് നമ്മൾ തന്നെ അറിയാതെ ഉയർത്തപ്പെടുന്നതാണ്. മറ്റു ജോലിക്ക് പോകുമ്പോഴല്ല, നല്ല പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഇല്ലേ, അതിന് വലിയ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സാധാരണ ഉള്ള വസ്ത്രങ്ങളാണെങ്കിൽ പോലും അത് വളരെ നീറ്റായിട്ട് അല്ലെ, അലക്കി തേച്ച് ടിപ്പ് ടോപ്പിൽ അല്ലെ, ഒരു പാനൊക്കെ ഇടുന്ന ആളുകൾ ഇൻസൈഡ് ആക്കുന്ന രീതിയിൽ, മുണ്ടുകളൊക്കെ കൊടുക്കുന്ന ആൾ മോശം എന്നല്ല പറയുന്നത്, പാൻസിലേക്ക് മാറുന്ന രീതിയിൽ, ചെരുപ്പിടുന്ന ആളുകൾ എന്താണ് അത് ഷൂ ഇടുന്ന രീതിയിലേക്ക് അല്ലെ, അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള വസ്ത്രവിധാനത്തിൽ പോലും വേഷവിധാനത്തിൽ പോലും അല്ലെ, ഒരു കൾച്ചർ നമുക്കിവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം നമ്മൾ. അങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ആ രീതിയിലെല്ലാം തന്നെ നമുക്ക് സ്വയമായിട്ട് വളരാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്കറിയാം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒന്ന് തളർന്നു പോകും ഇല്ലേ, നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. വേനൽക്കാലാകുമ്പോൾ വെള്ളമില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ഷീണിച്ചു പോകും. ചെടികൾ കാണാറില്ല, നിങ്ങൾ ഉണങ്ങി വാടിപ്പോകും. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവച്ചാൽ അതെന്താവും, അത് വീണ്ടും ഉണർന്ന് നല്ല ആവേശത്തോടെ നിൽക്കും ഇല്ലേ. അതുപോലെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ പലർക്കും തളർച്ചയൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് അവരുടെ ഉള്ളിലേക്ക് എപ്പോഴും കയറി വരും. ഇനി എന്താ ചെയ്യാം, എന്താണ് വഴി ഇല്ലേ. അപ്പം വഴി ആരോടും പറയാനുമില്ല, പറഞ്ഞു തരാനും ആളില്ല, ബന്ധുക്കളും ഇല്ല, സുഹൃത്തുക്കളും ഇല്ല, എല്ലാവരും കുറ്റപ്പെടുത്തും. തകർന്നു കഴിഞ്ഞാൽ തളർന്നവനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, കേട്ടില്ലേ. അതാണ്, തളർന്നവനെ ആരും സഹായിക്കാനുണ്ടാവില്ല. നേരെ മറിച്ച് അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുറ്റും കൂടാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂട്ടത്തോടെ ഉണ്ടാവും. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന ഒരാളുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തഴയപ്പെടും, ഇത് ഉറപ്പാണ്. എന്ത് ബന്ധുക്കളായാലും വേണ്ട, സുഹൃത്തുക്കളായാലും വേണം. നേരെ മറിച്ച് നിങ്ങളുടെ അടുത്ത് കാശുണ്ടോ, നല്ല ലെവലിലാണോ, നിങ്ങളുടെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ വരാനുണ്ടാവും. സന്തോഷിക്കുമ്പോൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ കണ്ണീരൊഴുകുമ്പോ സഹായിക്കാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചിന്തിക്കുക എപ്പോഴും. മനസ്സിലായ? യഥാർത്ഥ മനുഷ്യര് കണ്ണീരൊഴുകുന്നവരുടെ കൂടെ നിൽക്കേണ്ട ആളുകളാണ്. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലുള്ള ആളുകളുടെ പ്രത്യേകത എന്താണ്, നമ്മൾ ഈ കണ്ണീരൊഴുക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ വീടുകളിലേക്ക് പോകണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. നിങ്ങൾ വലിയ കാശുകാരുടെ കൊട്ടാരങ്ങളിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. ഏറ്റവും പാവപ്പെട്ടവന്റെ അടുത്തേക്ക് പോയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. വെറും 3100 രൂപക്കോ അല്ലെങ്കിൽ 4800 രൂപക്കോ അവന് ഈ കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അവനെ ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അവനെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഇറങ്ങണം. അതിനാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ അവിടെയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. അവർ അവരെ രക്ഷിക്കാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. അത്രയും സങ്കടത്തിലായിരിക്കും. അവരുടെ മുമ്പിൽ ഒരു പോംവഴി ഉണ്ടാവില്ല മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഫാമിലീസിനെ കണ്ടെത്തിക്കൊണ്ട്
അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ആ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചിലപ്പോൾ ആത്മഹത്യയിലൊക്കെ പോകാറുണ്ട്. നമുക്കറിയാം അവർക്ക് ഒരു പ്രതിസന്ധിയും ഒരു വഴിയും ഇല്ല എന്നിൽ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നതാണ് ഇല്ലേ ഇവിടുന്ന് പോവാന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യകൾ കൂടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചു കൊണ്ടുവരാനും, ഇനി അങ്ങനെ വന്നാൽ പോലും പിന്നെയും അവർക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ഒരു മെന്റൽ പവർ, ഒരു മൈൻഡ് പവർ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലും അതേപോലെ തന്നെ വലിയ പ്രതീക്ഷകള് നമുക്ക് ഈ ഡയറക്ട് സെല്ലിങ് വരുന്ന ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അല്ലെ. എന്ത് തകർന്നാലും വേണ്ടിയില്ല, അതില്ലെങ്കിൽ ഞാൻ ഇല്ല എന്തായാലും ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നുരഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കും എത്ര തകർന്നാലും. അതാണ് ഡയറക്ട് സെല്ലിങ്ങിൽ ശരിക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ. എന്ത് തകർന്നാലും ഞാൻ രക്ഷപ്പെടും, എനിക്ക് ശരിയാക്കാൻ പറ്റും അല്ലെ. എന്ത് കടബാധ്യത ഉണ്ടെങ്കിലും എനിക്ക് തീർക്കാൻ പറ്റും, ഞാൻ വളരും, ഞാൻ ഉയരും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക് അല്ലെ, ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും, അവസ്ഥാവിശേഷം അതാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് നമ്മൾ സ്വയം ഇത് ഉയർത്തും എന്നുള്ളതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിങ്ങിൽ കട്ടക്ക് നിന്ന ആളുകൾ ഒരാളും ആത്മഹത്യ ചെയ്യാറില്ല, നിങ്ങൾ നോക്കിക്കോളൂ. മനസ്സിലായ? അതാണ്, എത്ര തകർന്നാലും എത്ര കുത്തനെ പോയാലും ഡയറക്ട് സെല്ലിങ് നെഞ്ചിലേറ്റി ഒരാളും ആത്മഹത്യ ചെയ്യില്ല. കാരണം അവൻ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രക്ഷപ്പെടും, അതിനുള്ള അവസരമാണ് ഇവിടെ ഉണ്ട് അല്ലേ. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആർക്കും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അല്ലെ. നമ്മൾ ഓവർകം ഓൾ നെഗറ്റിവിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റിവിറ്റീസിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്ത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വേറെ ഏത് ഇൻഡസ്ട്രിയിലാണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? അതുപോലെ തന്നെ മണി മേക്കിംഗ് ഇൻഡസ്ട്രിയാണ് ഇത് അല്ലെ. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ ഒരു കോളേജിൽ നിന്നും ഒരു സ്കൂളിൽ നിന്നും എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അവിടെ പഠിക്കുന്ന ഈ സമയം MC² അല്ലെ, ഇതല്ലേ പഠിപ്പിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ കുറെ തിയറികൾ അവിടെ നിന്ന് പഠിപ്പിച്ചു വിടും നമ്മളെ. പണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനവും നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല അല്ലെ. കുറെ കച്ചവടം ചെയ്തോ, അത് ചെയ്തോ, ഇത് ചെയ്തോ, ഇങ്ങനെ സമൂഹത്തിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്യും, എല്ലാം ചെയ്തിട്ട് അവസാനം ഫ്ലോപ്പ് ആവും. ഇവിടെ മണി മേക്കിംഗ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട, എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും? ആ ഉണ്ടാക്കിയ പണത്തെ നഷ്ടപ്പെടുത്താതെ നമുക്ക് എങ്ങനെ അതിലൂടെ വീണ്ടും പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് മണി മാനേജ്മെന്റ് നമ്മൾ ഇതിനകത്ത് പഠിക്കും കുറച്ച് കഴിയുമ്പോൾ. അതിനുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ തരുന്നുണ്ട്. KBCയുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമിൽ നിങ്ങൾ പണം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പണം സേവ് ചെയ്യേണ്ടത് എങ്ങനെ, ആ പണം വെറുതെ ബാങ്കിൽ കൊണ്ടുവച്ചാൽ ഒരു കാര്യമില്ല അല്ലെ. പണം വെച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാ മുതലായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പഠിപ്പിക്കുന്നുണ്ട്. മണി മേക്കിംഗ് ആൻഡ് മണി മാനേജ്മെന്റ്, മനസ്സിലായില്ലേ? അതെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് ഏതൊരു സാധാരണക്കാരനെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയും. അപ്പൊ ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞതൊക്കെ, എനിക്ക് വിജയിക്കണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് ഉള്ള മുഴുവൻ ആളുകൾക്കും ഈ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞു ഇന്നൊരു പുതിയ ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പുതിയ പഠനങ്ങൾ പറയുന്ന വെച്ചാൽ ഇനി വരുന്ന 25 വർഷം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗിന്റെ സുവർണ കാലഘട്ടമാണ് അല്ലെ. സുവർണ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാനും ഈ കാലഘട്ടത്തിൽ ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരാനും ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല അതിമനോഹരമായ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ വേൾഡിലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് കിട്ടിയ ഈ വയട്ടോറിയം എന്ന് പറയുന്ന കമ്പനി തന്നെ സെലക്ട് ചെയ്യാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. മനസ്സിലായ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പുണ്യം ചെയ്തവരാണ്, ഭാഗ്യവാന്മാരാണ്. കാരണം ഇനി വരുന്ന അടുത്ത 25 വർഷക്കാലം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗിന്റെ സുവർണ കാലഘട്ടമാണ്. ഒരു സംശയവും വേണ്ട. ആ രീതിയിലേക്ക് ഈ ഇൻഡസ്ട്രി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ റിലേഷൻഷിപ്പാണ്, ബന്ധങ്ങളാണ് അല്ലെ. ഇത് ബന്ധത്തിന്റെ ബിസിനസ്സാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരാൾ വന്ന് അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ അടുത്ത സുഹൃത്തുക്കൾ, ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് ഈ ബിസിനസ്സിലേക്ക്. ഇത് റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ബിസിനസ്സാണ്. ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഞാനിപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ എവിടെയെങ്കിലും പരിചയം, എല്ലാ സ്ഥലത്തും പരിചയമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, മനോജ് സാറാണോ?
ഞാൻ പറഞ്ഞു അതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി, ഞാൻ എന്റെ വൈഫും മോനും കൂടിയിട്ട്. ഒരു സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അമ്പലത്തിൽ കയറുമ്പോ അറിയാലോ, നമുക്ക് ഷട്ടൊക്കെ ഊരിയിട്ട് വേണമല്ലോ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് ആളെ മനസ്സിലായി കയറി, പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ തൊഴുത് വന്നിട്ട്, മനോജ് സാറാണോ? ഞാൻ പറഞ്ഞു അതെ. എവിടെയാണ് വീട്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത്. സാറ് ഡയറക്റ്റ് മറ്റേ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചിലപ്പോൾ ഇറങ്ങി കുറെ ആളിങ്ങനെ നോക്കി ഇങ്ങനെ പോകുന്നതാണ്. ചില ആൾ അടുത്തേക്ക് വന്നിട്ട് മനോജ് സാറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയും നമുക്ക് അറിയുന്ന ആള്, ആ റിലേഷൻഷിപ്പാണ്, ബന്ധങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു നക്ഷത്രമായിട്ട് തിളങ്ങാൻ വേണ്ടി സാധിക്കണം. നക്ഷത്രം നമ്മൾ ആകാശം നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണും ഇല്ലേ. അതുപോലെ നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ നക്ഷത്രങ്ങളെല്ലാം നിങ്ങൾ സൂര്യനായിട്ട് മാറണം. മനസ്സിലായ? നക്ഷത്രങ്ങൾ കുറെ ഉണ്ടാവും, അത് രാത്രിയല്ലേ കാണുള്ളൂ അല്ലെ. സൂര്യ തേജസ്സോട് കൂടിയിട്ട് തിളങ്ങാൻ വേണ്ടി സാധിക്കണം എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്. എന്തിനാ നമ്മൾ പുറകോട്ട് നിൽക്കുന്നത് ഇല്ലേ? ഈ 150 കോടി ജനങ്ങളിൽ നമ്മളെ ആരെങ്കിലും അറിയോ? നമ്മളെ അറിയപ്പെടണം. അതാണ് ഈ 150 കോടി ജനങ്ങൾ ഇപ്പൊ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താ കുറവ്? നിങ്ങൾക്ക് 2 കണ്ണുണ്ട്, നിങ്ങൾക്ക് 2 ചെവിയുണ്ട് ഇല്ലേ. നിങ്ങൾക്ക് 2 കാലും, നിങ്ങൾക്ക് 2 കൈയും ഇല്ലേ. എല്ലാം മനുഷ്യനും കൊടുത്ത പോലുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ബ്രെയിനും ഒക്കെ നിങ്ങൾക്ക് തന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ പുറകോട്ട് നിൽക്കുന്നത്? ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങോട്ട് വരണം. മനസ്സിലായ? അച്ചീവർ ആയിട്ട് മാറണം, അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറണം, മനസ്സിലായ? സെലിബ്രിറ്റീസ് ആയിട്ട് മാറണം. അങ്ങനെ മാറുമ്പോ ഇല്ലേ, നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ വയട്ടോറിയത്തിലെ സൂര്യ തേജസ്സുള്ള ഇല്ലേ, സൂര്യന്മാരായിട്ട് ഉദിച്ചുയരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും സുഹൃത്തുക്കളെ. ഒരു സംശയവും വേണ്ട. വേറെ ഏത് ഇൻഡസ്ട്രിയിൽ ഇത് സാധിക്കും? ഞാനൊരു ഓഫീസിൽ ജോലിക്ക് പോയിരുന്നെങ്കിൽ എന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് കാണുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഈ ട്രെയിനിൽ കാണുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഈ യാത്രയും ആർക്കെങ്കിലും മനസ്സിലാവുമോ? ആർക്കും മനസ്സിലാവില്ല അല്ലെ. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ ആസ്വദിക്കണം നമ്മൾ അല്ലെ. എത്ര ബന്ധങ്ങൾ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മനോജ് സാറേ എന്റെ വീട്ടിൽ പോവാട്ടാ, വീട്ടിൽ പോയിട്ട് പോവാ സാറേ, സമയമുണ്ടെന്ന് ഞാൻ കയറാറുണ്ട്. അങ്ങനെ എത്ര വീടുകൾ നമ്മുടെ കുടുംബക്കാരുടെ അല്ലെ, ഫാമിലി മെമ്പേഴ്സ്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ ബയട്ടോറിയം ഫാമിലിയാണ് ഇവിടെ അല്ലെ. ഫാമിലിക്കാരുടെ വീടുകളിൽ പോവാ, ഒന്ന് ഭക്ഷണം കഴിക്കാം, അതൊക്കെ അവർക്കൊക്കെ വലിയ സന്തോഷമാണ് അല്ലെ. ഞാൻ ഡോക്ടർ രാജു സാറിന്റെ വീട്ടിലൊക്കെ, രാജു സാർ ഇതിനകത്ത് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു, രാജു സാറിന്റെ വീട്ടിലേക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ വളരെ നിർബന്ധമാണ്, ഇവിടെ വന്നേ പറ്റുള്ളൂ, അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. അവർക്ക് ഒരു വീട്ടിലെ സ്വന്തം ആളെ പോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടുകാരെക്കാൾ ഉപരി ഒരുപക്ഷെ സഹോദരനോടോ സഹോദരിയോടോ കാണിക്കാത്ത ബന്ധം ഇല്ലേ, നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഇൻഡസ്ട്രിയിൽ അല്ലാതെ വേറെ എവിടെ സാധിക്കും? നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്ക് എന്താ ഒരു എനർജി ഉണ്ട് അല്ലെ. ആരില്ലെങ്കിലും നമ്മുടെ ബയട്ടോറിയം സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരാളെ വിളിക്കാൻ നമുക്ക് ഉണ്ടാവും. ബയട്ടോറിയം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രയാസം വന്നു, ഒരു പ്രതിസന്ധി വന്നു, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചോദിക്കേണ്ടി വന്നു, നമുക്ക് ആളുകളുണ്ടല്ലോ, നമുക്കില്ലേ ഈ ടീം ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പ് നമുക്കുണ്ടല്ലോ ഇല്ലേ. സ്വന്തം കുടുംബക്കാര് വരാത്ത, ഓടി വരാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ വരും. നമ്മുടെ ഷായി സാർ ഇല്ലേ, ഷായി സാറിനെ കുറിച്ച് അറിയാം. അദ്ദേഹം വെറും മത്സ്യത്തൊഴിലാളി, സാധാരണക്കാരൻ, വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, വെറും ഒരു മത്സ്യത്തൊഴിലാളി. ആലോചിച്ച് നോക്കണം നിങ്ങള്. അദ്ദേഹത്തെ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. അദ്ദേഹം തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും അയച്ചു തന്നു. വേഗം അയച്ചു തന്നിട്ട് പിന്നെ അയാൾ അങ്ങോട്ട് ഒഴിവായ ആളാണ്. മനസ്സിലായ? എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞു, അദ്ദേഹം തന്നെ വേദിയിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് അന്നത്തെ 6800 രൂപ, സലീം കക്കറി അന്ന് ചെറിയ 6800 രൂപയുടെ പാക്കേജ്, അപ്പൊ ഞാൻ മുടക്കി അദ്ദേഹത്തിനൊരു പ്രൊഡക്റ്റ് ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. അന്ന് ഒന്നും ഇല്ലായ്മയെന്ന് ചെയ്തതാണ് സുഹൃത്തുക്കളെ. അത് ഞാൻ അന്ന് ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നും അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറായില്ല, മടങ്ങി പോകാൻ തയ്യാറായി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നപ്പോ അദ്ദേഹത്തിന് പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാത്ത സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവസാന നിമിഷത്തിലാണ് അത് കിട്ടിയത്. അത് വീട്ടിൽ കൊണ്ടുവന്നു. ഇദ്ദേഹം നല്ല ആരോഗ്യവാനാണ്, നിങ്ങൾക്കറിയാം അല്ലെ, ഒരു അസുഖമില്ല. പിന്നെ ഇതെന്താ കാര്യം, ഇനി ഇതിനെന്തിനാ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇത് ആരെങ്കിലും വാങ്ങുമോ, രോഗമില്ലാത്തവരാരെങ്കിലും വാങ്ങുമോ ഇത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്തായാലും അമ്മക്ക് കൊടുത്തിട്ട്, അമ്മ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഷാജി, എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി വീട്ടിൽ തന്നെ എന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയാൽ മതി എന്ന് പറഞ്ഞ ആ അമ്മ പിന്നീട് തീരെ വയ്യാത്തപ്പോ ആശുപത്രി കൊണ്ടുപോയപ്പോ അത് ഇതൊക്കെ കൊടുത്തപ്പോ അമ്മ പറഞ്ഞു, ഇവന്റെ ഈ ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ടൊന്നുമല്ല എനിക്കിതൊന്നും മാറി, നിന്റെ ആ കിടക്കി കിടന്നിട്ട് വെള്ളം കുടിച്ചപ്പോഴാണ് എനിക്ക് കുറെ ഉഷാറ് വന്നത്, ഇനി ഇങ്ങോട്ടൊന്നും എന്നെ കൊണ്ടുവരണ്ട എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് സായി സാറിന്റെ ബോധം വന്നത്. കൊള്ളായിരുന്നു സാധനം. പിന്നെ നമുക്ക് നല്ല ഉഷാറ്, നടക്കാൻ തുടങ്ങി, അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇങ്ങോട്ട് നല്ല ഹെൽത്തിയാണ് അമ്മ. ഞാൻ അന്ന് താമസത്തിന് പോയപ്പോ കണ്ടിരുന്നു അമ്മയെ. അപ്പൊ അത്രയും ഒരു ചേഞ്ചസ് വരാൻ വേണ്ടി സാധിച്ചത് അന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനം. അന്ന് ഞാൻ ആധാർ കാർഡും പാൻ കാർഡും വാങ്ങിച്ചില്ല എന്ന് വിചാരിക്കാം. അന്ന് ഞാൻ ഒരു 6800 രൂപയുടെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ നിന്ന് കൊടുത്തില്ല എന്ന് വിചാരിക്കാം. വേണം ചെയ്താൽ മതിയെന്ന്.
കാശ് മുടക്കിയിട്ട് വാങ്ങട്ടെ അദ്ദേഹം എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നും ഷാജി സാറ് ചിലപ്പോൾ ബയോട്ടോറിയത്തിൽ ഉണ്ടാവില്ല. ഇന്നും അദ്ദേഹത്തിന് 4500 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയിലായിരുന്നു. ഇന്നും എനിക്കൊരു നല്ല ടീം ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായ? ഓരോ സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മളെ സക്സസിലേക്ക് എത്തി. അന്ന് ഞാൻ എടുത്ത തീരുമാനം റിസ്ക് ആണ്. എന്റെ കയ്യിൽ 6800 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണെന്ന്. എന്ന് ഞാൻ ചെയ്തപ്പോഴും അദ്ദേഹത്തിന്റെ പുറകെ ഫോളോ അപ്പ് ചെയ്തപ്പോ വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും 10 മാസം കൊണ്ട് 1 കോടി എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് അല്ലെ പറന്നെടുക്കാനും എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് സാധിച്ചു സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ചില റിസ്കുകളൊക്കെ നമ്മൾ എടുക്കുക. അതുകൊണ്ട് എല്ലാവരും കാശ് കൊടുത്തിട്ട് ആളെ ചേർക്കണമെന്നല്ല പറഞ്ഞു. അത് തെറ്റാണ് കേട്ടോ. ഞാൻ തെറ്റായ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ആരും ഒരാൾക്ക് കാശ് കൊടുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ പണം കൊടുത്ത് വാങ്ങിച്ചു വന്നാൽ മതി. മനസ്സിലായില്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ആ തുടക്ക സ്റ്റേജിൽ ഉണ്ടായ ഒരു അവസ്ഥ സത്യം നിങ്ങളോട് വിളിച്ചു പറഞ്ഞത് മാത്രമേ. സത്യം മൂടി വെക്കാനുള്ളതല്ല, സത്യം പറയാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഒരാളെയും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? അപ്പൊ ഞാൻ ഷാജി സാറിനുള്ള ബന്ധം കൊണ്ട് അത് ചെയ്തതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോ ആ രീതിയിലേക്ക് വന്നു. അദ്ദേഹത്തിന് പിന്നെ സ്വപ്നങ്ങളെ എനിക്ക് ഊതിക്കാച്ചി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അദ്ദേഹത്തിന്റെ വീട് ചെന്നപ്പോൾ ഒരു പുഴയുടെ തീരത്താണ്. പക്ഷെ അവിടത്തേക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. 2 വീലറിന് പോലും പറ്റില്ല. ഇങ്ങനെ കണ്ടുപോക്കണം. നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ റോഡ് സൈഡിലേക്ക് മാറ്, നല്ലൊരു വീട് പണി, നല്ലൊരു സ്ഥലം വാങ്ങ്. അതിന് നമുക്ക് ഇതിനകത്ത് സാധിക്കും എന്നുള്ള സ്വപ്നം അദ്ദേഹത്തിന് നെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചപ്പോഴാണ് സുഹൃത്തുക്കളെ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് വന്നത്. അവിടെ ഞാൻ പറഞ്ഞു വന്നത് അവിടെ റിലേഷൻഷിപ്പ്. അന്ന് എത്ര പേര് അവിടെ 10,000-2000 ബയോട്ടോറിയം ഫാമിലി മെമ്പേഴ്സ് അവിടെ നാട്ടുകാർ ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ട്. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഷാജി സാറുടെ ബിസിനസ് കൂടാൻ തുടങ്ങി. അവിടെ വന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ നിന്റെ ബിസിനസ് എന്താണ്, നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. മനസ്സിലായേ? അദ്ദേഹത്തിന്റെ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കുറെ ആളുകൾ ഇപ്പം പ്രൊഡക്റ്റ് എടുത്തു. മനസ്സിലായ? അവിടെ വലിയൊരു ടീം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇൻഡസ്ട്രിക്കല്ലാതെ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, ഇത്രയും ആളുകളെ ആകർഷിക്കാനും ഇത്രയും ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രി വേറെ എന്താ ഉള്ളത്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് നമുക്ക് മാത്രമാണോ ഇതിനകത്ത് വരുമാനം? ഞാൻ അന്ന് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കുതിച്ചപ്പോ ഏകദേശം 12-ൽ പരം കോടീശ്വരന്മാരെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചില്ലേ? എനിക്ക് മാത്രമാണോ കോടികൾ കിട്ടിയത്? 12-ലധികം കോടീശ്വരന്മാരെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു അല്ലേ? അത് ചില ആളുകൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. മനസ്സിലായ? പണം കിട്ടുമ്പോ അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിൽക്കണം. അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് ചാടിപ്പുറപ്പെട്ടാല് ചിലപ്പോ പല സ്ഥലത്തും പോയിട്ട് കൊണ്ട് തകർന്ന പാതാളത്തിലേക്ക് പോകും. അത് അവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ 12 പേരോളം ഇപ്പൊ കേരളത്തിൽ കോടീശ്വരന്മാരായി. അന്ന് ഒരു വർഷം 1 കോടി രൂപ മാത്രമാണ് ബയോടൂറിസത്തിലൂടെ നേടാൻ വേണ്ടി സാധിക്കുമെങ്കിൽ 2026 വർഷം അല്ലെ ഈ വർഷമാണ് യഥാർത്ഥത്തിൽ ബയോട്ടോറിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു വർഷം 161 കോടി രൂപ നേടാൻ പറ്റുന്ന ഒരു ബിഗ് പ്രൊജക്ട് ആക്കിയിട്ട് നമുക്ക് സാഗർ സാർ നമ്മുടെ ബയോട്ടോറിയത്തെ കൺവേർട്ട് ചെയ്ത് തന്നിരിക്കുന്നതാണ്. നോക്കണം, 1 കോടിയിൽ നിന്ന് 2 കോടി തരാമെന്നല്ല സാഗർ സാർ പറഞ്ഞത്. ഒരു വർഷം 5 കോടി രൂപ തരാം എന്നല്ല പറഞ്ഞത് നമ്മളോട് അല്ലേ? 1 കോടിയിൽ നിന്ന് ഒരു വർഷം 160, അതിന്റെ മുമ്പിൽ 160 കൂടി ചേർത്തു. 160 പ്ലസ് 1 161 കോടി രൂപ നേടാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് അല്ലെ? ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുള്ള ബോധം നിങ്ങൾക്ക്. നിങ്ങൾ സ്വപ്നം കാണാൻ പറ്റുമോ? 161 കോടി രൂപ ഈ ജന്മത്തിൽ പണിയെടുത്താൽ കിട്ടുമോ? 161 കോടി രൂപ, 1 കോടി രൂപ കിട്ടുമോ? എന്നിട്ട് വേണ്ടേ 161 കോടി രൂപ കിട്ടാൻ അല്ലേ? ആലോചിച്ച് നോക്കി. ഞാനിപ്പോ 4 വർഷം കഴിഞ്ഞു, ഏകദേശം 4 കോടിയോട് അടുക്കാറായിട്ടുണ്ട്. കുറച്ചും കൂടെ കുറവുള്ളൂ. കുറച്ചും കൂടെ കഴിയുമ്പോൾ 4 കോടിയിലേക്ക് അടുക്കും. 4 കോടിയാകുമ്പോൾ ഞാൻ എന്റെ പിക്കിടും. 0.0000000 ഞാൻ തുടങ്ങി, 0 എന്ന് തുടങ്ങിയവനാണ് അല്ലെ? 0 കൂടി വരണം. ഒരു 4ന്റെ പാടെ ഒരു കുറച്ച് 0 കൂടെ വരാനുണ്ട്. ആ 0 വരുമ്പോൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാ ഗ്രൂപ്പിലേക്ക് ഇട്ട് വരും കേട്ടാ. 4 കോടി എന്നുള്ളത് കുറച്ചും കൂടെ കാത്തിരുന്നാ മതി. ഏത് ഇൻഡസ്ട്രിക്ക് അതല്ലേ ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. വേറെ എവിടെ സാധിക്കും ഇത്? നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട ഈ മനോജിനെ ഇതൊക്കെ പറ്റുള്ളൂ. എനിക്കെന്താ കൊമ്പുണ്ടോ? എനിക്കെന്താ നിങ്ങളെക്കാൾ വണ്ണുണ്ടോ? നിങ്ങളെക്കാൾ ഹൈറ്റ് ഉണ്ടോ? നിങ്ങളെക്കാൾ സൗന്ദര്യം ഉണ്ടോ? ഒന്നുമില്ല അല്ലെ? നിങ്ങൾക്കും പറ്റൂന്ന്. നിങ്ങളെ വളർത്തിയെടുക്കാനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. രാവിലെ കൊച്ചു വെളുപ്പാങ്കലത്ത് ഇവിടെ ഇരുന്നിട്ട് അതിനാണ് നമ്മൾ BOP സെന്ററുകൾ നടത്തുന്നത്. അതിനാണ് നമ്മൾ വർക്ക്ഷോപ്പുകൾ നടത്തുന്നത്. അതിനാണ് നമ്മൾ 1 ഡേ ട്രെയിനിങ് നടത്തുന്നത്. അതിനാണ് നമ്മൾ RTP നടത്തുന്നത്. അതിലൊക്കെ പങ്കെടുക്കണം. കാശില്ലെങ്കിൽ 2000 രൂപ ഒരു പ്രൊഡക്റ്റ് ആർക്കും കൊണ്ട് കൊടുക്ക്. ഒരു 2 അൾട്രാവറി ജ്യൂസ് വെക്ക് ഇല്ലേ? കാശ് കിട്ടൂലേ? ഇത് ചില ആൾ പറഞ്ഞു, സാറേ കാശില്ല കേട്ടോ വരാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, വരണ്ടാന്ന്. കാശില്ലാത്തവരാരും അവിടെ വരണ്ട. ഇത് കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ട് കാശില്ല എന്ന് പറഞ്ഞാൽ കാശ് അങ്ങോട്ട് വരില്ല.
ഈ കാശ് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടല്ലോ നിങ്ങൾ ആദ്യം സമൃദ്ധമാവണം മാനസികമായിട്ട്. ദാരിദ്ര്യം പറയുന്നവന്റെ അടുത്തേക്ക് ദാരിദ്ര്യം വരുള്ളൂ. അത് ആദ്യം നിങ്ങൾ തയ്യാറാകട്ടാ. ആ 2000 രൂപ നിന്ന് കടം മേടിച്ചിട്ട് വാ ധൈര്യത്തിൽ. ഞാൻ ഒരാഴ്ച ചെയ്യുമ്പോൾ തരാന്ന് നിങ്ങൾക്ക് 2000 ഗുണം. അത് മേടിക്കാൻ ധൈര്യമില്ല, അവിടെ പോയിട്ട് വെറുതെ പോയെങ്കിലോ? മനസ്സിലായില്ലേ? കോൺഫിഡൻസ് ഇല്ല സുഹൃത്തുക്കളെ. 2000 രൂപ അവിടെ നിന്ന് കടം മേടിക്കും, ഞാൻ വന്നിട്ട് നിനക്ക് തരാം, ഒരാഴ്ചക്കുള്ളിൽ തരാം. കാരണം ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ട് ഞാൻ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കും, ഒരാൾക്ക് ഒരു 50 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2020 രൂപ റെഫറൽ ബോണസ് കിട്ടും. അപ്പൊ നിന്റെ കാശ് തരും. വന്നൂടെ? അങ്ങനെ വാ കേട്ടാ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കാശ് മുടക്കിയാലേ കാശ് കിട്ടുള്ളൂ അല്ലെ? ഗോതമ്പെറിഞ്ഞ പാടത്ത് പോയിട്ട് നെല്ല് കൊയ്യാൻ പറ്റുമോ? ഗോതമ്പെറിഞ്ഞ പാടത്ത് വിളയുന്നത് ഗോതമ്പാണ്, അവിടെ നെല്ല് കൊയ്യാൻ പറ്റില്ല. നെല്ല് കൊയ്യണമെങ്കിൽ എന്ത് വേണം? നെല്ല് വാരി വിതരണം അല്ലെ? നെല്ല് വാരി വിതരണേ നെല്ല് കൊയ്യാൻ പറ്റുള്ളൂ. ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇപ്പോഴും നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളിലേക്ക് ദാരിദ്ര്യം വരുള്ളൂ. നമ്മളൊരു അല്ലേ സാമ്പത്തിക സമിതിയെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളിലേക്ക് സമ്പത്തൊഴുകി വരും അല്ലെ? ഞാൻ റിച്ച്, ഏതോ ഒരു ഗ്രൂപ്പ് റിച്ച് ഫാമിലി എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർ ഐ ആം റിച്ച് അല്ലെ? ഞാൻ റിച്ച് ആണ് എന്ന് മാനസികമായിട്ട് നിങ്ങൾ പറയും. ഞാൻ റിച്ച് ആണെന്ന് പറഞ്ഞാൽ റിച്ച് നിങ്ങളിലേക്ക് വരുള്ളൂ. പണത്തിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നാലേ പണം ഒഴുകി വരുള്ളൂ. അതാണ് ഇതിന്റെ ഈ ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ്. ഇപ്പൊ സുരേഷ് സാറ് കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിനെ കുറിച്ച് എടുത്തു. അദ്ദേഹത്തെ ആരോ പിടിച്ചു വലിച്ച് ഇങ്ങനെ ഈ ഇൻഡസ്ട്രി കൊണ്ട് ചേർത്ത ഒരാളാണ്. മനസ്സിലായ? അദ്ദേഹം ആരോ നിർബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് എടുത്ത ആളാണ്. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ BOP-യിലൊക്കെ പോകാൻ പറഞ്ഞപ്പോ പോകാത്ത ഒരാളായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് അപ്ലൈൻ ലീഡേഴ്സ് നിർബന്ധിച്ച് കൊണ്ടുവന്നപ്പോ അങ്ങനെ പോയി പങ്കെടുത്തു. ഒരു ദിവസം നിർബന്ധിച്ചു അപ്ലൈൻ ലീഡർ ഇതേപോലെ കാശില്ല എന്ന് പറഞ്ഞു. കാശ് എവിടെ നിന്നും കടം മേടിച്ച് വരാൻ പറഞ്ഞു. അദ്ദേഹം പോയിട്ട് എവിടെ നിന്നോ കടം മേടിച്ചിട്ട് പോയി. അങ്ങനെ ഒരു RTP പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സങ്ങോട് തുറന്നത് ക്ലിയർ ആയിട്ട്. എനിക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും ഇതിലൂടെ നിന്ന് തുറന്നപ്പോ, അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നപ്പോ ആലോചിച്ച് നോക്കണം. ഇന്ന് അദ്ദേഹം ഈ ഡയറക്ട് സെല്ലിംഗിൽ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചു അല്ലേ? ഇനി അദ്ദേഹത്തിന്റെ ചരിത്രം മാറാൻ വേണ്ടി പോവാണ്. ഇത്ര കാലം അദ്ദേഹം ചെയ്തത് ഉള്ള കമ്പനിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കമ്പനിയിലേക്കാണ് അദ്ദേഹം വന്നത്. കാരണം 161 കോടി രൂപ ഒരു വർഷം കൊടുക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. ഒരു കമ്പനിയുടെ പ്ലാൻ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. റീപർച്ചേസിലൂടെ 160 കോടി രൂപ ഒരു വർഷം നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും ഇന്ത്യയിലില്ല. ആ കമ്പനിയുടെ പേരാണ് ബയോട്ടോറിയം എന്ന് പറയും. ബയോട്ടോറിയത്തിലൂടെ മാത്രമേ അത് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ റീപർച്ചേസിന്റെ പ്രത്യേകത എന്താണ്? പവർ സൈഡ് കാരിഫറോട് അത് മല പോലെ അവിടെ കിടക്കും. ഹിമാലയം മല പോലെ അവിടെ കിടന്നോളും. മണി സൈഡിൽ എപ്പോ ഒരു സെയിൽ വന്നാലും അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഇൻകം നമുക്ക് നെക്സ്റ്റ് കട്ട് ഓഫ് തന്നെ ക്രെഡിറ്റ് ആവുന്നുള്ളതാണ്. നെക്സ്റ്റ് കട്ട് ഓഫ് തന്നെ ഇൻകം ക്രെഡിറ്റ് ആവുന്നതാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സീറോയിൽ നിന്നും ഒരു വർഷം 160 കോടി, ഇതൊക്കെ നടക്കുമോ എന്റെ സലീം ഖാൻ? ഇതൊന്നും നടക്കാൻ പോണ കേസല്ല എന്നാണ് പലരും പറയുന്നത്. 160 കോടി, 1 കോടി പോയിട്ട് ഒരു 50 ലക്ഷം രൂപ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരുന്നു, 10 ലക്ഷം കിട്ടിയാൽ ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ ഇത് നടക്കൂല. നമ്മുടെ ആ കോൺഫിഡൻസ് ആണ് നമ്മളെ നടത്തുന്നത് അല്ലെ? കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പൊ നടക്കും ഇത്. ആ നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഇതുണ്ടല്ലോ, ആ കഴിവ്, ഒരു ചിന്ത, അത് നിങ്ങൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ഉറപ്പുണ്ട് 161 കോടി രൂപ മേടിക്കാൻ പറ്റുന്നു, ഒരു സംശയം വേണം. 160 കോടി രൂപ മേടിക്കുന്ന ഒരു ദിവസം മനോജിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു വർഷത്തിനുള്ള, ഒരു ദിവസമല്ല, ഒരു വർഷം കൊണ്ട്. മനസ്സിലായില്ലേ? ഈ 2026 ചിലപ്പോൾ നടക്കില്ല, 2027 ചിലപ്പോൾ നടന്നു വരില്ല. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പതഞ്ഞ് പൊങ്ങാൻ വേണ്ടി തുടങ്ങും സുഹൃത്തുക്കളെ. 2026 2027 നമ്മുടെ ഗ്രോത്ത് നിങ്ങൾ കണ്ടോളൂ. ഏപ്രിൽ മുതൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള റീപർച്ചേസ് ഉൽപ്പന്നങ്ങള് നമ്മളെ ഡാഷ് ബോർഡിൽ വരാൻ വേണ്ടി പോവാ. ഞാൻ സാഗർ സാറായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്. A to Z ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒരു നല്ലൊരു കസ്റ്റമർ ഡാറ്റ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്കുള്ള ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയും പോലെ, പിൻ ടു പ്ലെയിൻ എന്ന് പറയും പോലെ, എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഡാഷ് ബോർഡിൽ വരുമ്പോ നല്ലൊരു കസ്റ്റമർ ഡാറ്റയെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. 1000 പേര് നിങ്ങൾ ഓടല്ലേ? 100 പേര് നിങ്ങളുടെ ഒരു ഡയറി എടുത്തിട്ട് ജീനിയസിലുള്ള 100 പേര്, ബിന്നർ സൈഡിലുള്ള 100 പേര് എഴുതാൻ വേണ്ടി സാധിക്കണം നിങ്ങൾക്ക്. അങ്ങനെ 100 പേരുടെ ടീമിനെ മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ആ 100-ന് 1000-ഉം 10,000-ഉം നമുക്ക് ആക്കാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റാൻ തയ്യാറാണ്. എനിക്ക് സാധിക്കുന്നുള്ള മൈൻഡ് സെറ്റ്. ഇതിന് വലിയ ആളുകളൊന്നും വേണ്ട, കുറച്ച് മതി. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് നമുക്ക് സാധിക്കും. എന്റെ മൈൻഡ് സെറ്റ് ഇപ്പൊ 160 കോടി രൂപ ഒരു വർഷം നേടുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാലേ പണം വരുള്ളൂ.
മനസ്സിലായി? ഇതൊന്നും എനിക്ക് നടക്കൂല, കഷ്ടാന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. 1 കോടിയുടെ കണക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കുന്ന കേസല്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ ഇതിന് ഇറങ്ങി പുറപ്പെട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കിയപ്പോ, അല്ലെ, ചതുരംഗം കളിക്കും പോലെ, അല്ലെ, വെള്ളക്കരുവും അല്ലെ കറുത്ത കരുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലേ കളി ജയിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതേപോലെ അങ്ങോട്ട് കരുക്കൾ നീക്കിയപ്പോ സുഹൃത്തുക്കളെ 1 കോടി രൂപ 10 മാസം കൊണ്ട് നേടാൻ വേണ്ടി സാധിച്ചു. അപ്പൊ 160 കോടിയും സിമ്പിൾ ആണ്, നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കും നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടെ വന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ പ്രിയങ്കരനായ ലുലു മാളിന്റെ യൂസഫ് അലി സാർ, അല്ലെ, അദ്ദേഹത്തിന് കോടാനുകോടികൾ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുക്കുന്ന ആൾക്ക് ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ലോകനീതിയാണ്, അദ്ദേഹത്തിന്റെ അല്ല നീതി, അത് ലോകനീതിയാണ്. ട്രഡീഷണൽ ബിസിനസ് നടക്കുകയാണ്, അല്ലെ? ജോയി ആലുക്കാസ് എന്ന് അറിയപ്പെടുന്ന ലോക കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കോടികളൊന്നും കൂടെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അവർക്ക് ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ഉണ്ടാവില്ല, അല്ലെ? ഏത് കോടീശ്വരന്മാരെ എടുത്തു നോക്കിക്കോളൂ, അനിൽ അംബാനിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെ, എത്രയോ ടോപ്പ് ഒഫീഷ്യൽസ് ഉണ്ടാവും, അവർക്കൊന്നും അദ്ദേഹത്തിന്റെ ലാഭവിഹിതം കിട്ടില്ല. അവർക്കെല്ലാം സാലറിയാണ് കൊടുക്കുന്നത്, സാലറി കൂട്ടി കൊടുക്കുമായിരിക്കും. അവിടെ ലിമിറ്റ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്റെ സുഹൃത്തുക്കളെ. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക്. അതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മനോഹാരിത എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ അവർ താല്പര്യത്തോടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്തു പോകാനും നമ്മളെക്കാൾ കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കൂടെ വന്ന ആളുകൾക്ക് വരുമാനം വാങ്ങിക്കൊടുക്കാതെ ഒരു ലീഡർക്കും 10 പൈസ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. പറ്റുമോ? പറ്റില്ല. അതാണ് നിങ്ങളുടെ കൂടെ വന്ന ആൾക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കുന്നത്. കൂടെ വന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറെ ഏത് പ്രൊഫഷൻ എടുത്തു, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, അവർക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ അവർ വരുമാനം ഉണ്ടാക്കി കൊടുക്കും. കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഒരിക്കലും 1 രൂപ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള പണി മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ജീനിയർ സൈഡിലും ബിന്നർ സൈഡിലും വരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള പണി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് അച്ചീവേഴ്സ് ആകാൻ വേണ്ടി സാധിക്കും. ഇത്രയും മധുര മനോഹരമായ, ഇല്ലേ, അവസരം ഡയറക്ട് സെല്ലിംഗിലല്ലാതെ ഇത്രയും വലിയ സോഷ്യലിസം ഇവിടെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡയറക്ട് സെല്ലിംഗിന് മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ മറ്റൊരു മനോഹാരിത എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ലീഡർഷിപ്പ്, അല്ലെ? നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ലീഡർഷിപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ ലീഡർഷിപ്പിനെ നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കും. ആ ലീഡർഷിപ്പ് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് ക്ലാസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കണം. അവരുടെ പ്രതിസന്ധികൾ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ലീഡർഷിപ്പ് തട്ടിപ്പുറത്തേക്ക് എടുക്കാനും അതിനെ വളർത്തിയെടുക്കാനും നിങ്ങൾ ഒരാളും സാധിക്കണം. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ ടീമിൽ ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കൂടെ ആളുകൾ നിൽക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു ലീഡറായിട്ട് മാറുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടതാണ്, ഇല്ലേ? സ്വയം ഒരു ലീഡറായിട്ട് മാറും. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, ഇല്ലേ? ചില ചെടികൾ കാണാം, അതിങ്ങനെ വളരണമെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും കുത്തി കൊടുക്കണം സാധനം, അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചുറ്റിക്കയറ്റി വളർത്തണം, ഇല്ലേ? നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ കാണാറില്ലേ? അത് ഒറ്റയ്ക്ക് വളരാൻ പറ്റില്ല. അതിന് വളരണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു മരത്തിലേക്കില്ലേ, ഇപ്പൊ കുരുമുളക് ചെടി, കുരുമുളക് വളരണമെങ്കിൽ എന്ത് വേണം? അത് ഏതെങ്കിലും ഒരു മരത്തിലേക്ക് പടർത്തണം, എന്നാലേ കുരുമുളകിനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ? പച്ചക്കറികൾ തന്നെ അല്ലെ പലരും ഇങ്ങനെ പടർത്തി വിടാറുണ്ട് നമ്മൾ. പക്ഷെ നമ്മൾ പടരാൻ നിൽക്കരുത് സുഹൃത്തുക്കളെ. നമ്മൾ എന്തായിട്ട് മാറണം? നമ്മളിലേക്ക് പടർന്നു വന്നോട്ടെ ആളുകൾ, കുഴപ്പമില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിന്നോളും, മനസ്സിലായി? അവരെ പഠിപ്പിച്ച് അവര് സ്വന്തം കാലിൽ നിൽക്കും, പിന്നെ അവരും പടരാൻ വരില്ല. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി സാധിക്കണം നമുക്ക്. വലിയൊരു മരത്തിന്റെ ഇല്ലേ, താഴെ വളരുന്ന മരത്തിന് വലിയ മരമായിട്ട് വൻമരമായിട്ട് മാറാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. വൻമരമായിട്ട് മാറണമെങ്കിൽ ഒറ്റക്ക് നിൽക്കണം, ഇല്ലേ? ഒറ്റക്ക് നിന്നാൽ അതിന്റെ ശിഖരങ്ങൾ ഇല്ലേ 4 ഭാഗത്തേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റക്ക് നിന്നിട്ട് പടവരുതാനുള്ള ഒരു ആവേശം ഉണ്ടാകണം, ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറണം, ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കണം നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗിൽ. ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ചരിത്രം മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ്, ഇല്ലേ? അവനവന്റെ ചിന്താഗതിയിലൂടെ, അവനവന്റെ പ്രവർത്തനത്തിലൂടെ, അവനവന്റെ പ്ലാനിങ്ങിലൂടെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ചരിത്രം സൃഷ്ടിച്ച ആളുകളെയെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല, സമയമില്ല.
ഞാൻ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നവരായിട്ട് മാറുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഡയറക്ട് സെല്ലിങ്ങിൽ കാലഘട്ടം അറിയപ്പെടും. ഞാൻ പറഞ്ഞു 4ാം ക്ലാസ് വരെ പഠിച്ച നമ്മളെ ഇന്നസെന്റ് കഥ ഇല്ലേ, അദ്ദേഹം ഇല്ലേ അറിയപ്പെടാത്ത ഇല്ലേ, വെറും ഒരു സാധാരണ കുടുംബത്തിൽ സ്കൂളിൽ പോയിട്ട് എല്ലാ ക്ലാസ്സിലും ഇദ്ദേഹത്തെ തോപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് കഥയിൽ. ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു. അന്നത്തെ കാലത്ത് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പോഴത്തെ ആളുകൾക്ക് ഉപ്പുമാവ് എന്ന് അറിയില്ലേ. മുട്ടയും ചോറും സാമ്പാറും ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉപ്പുമാവായിരുന്നു. അത് ഉണ്ടാക്കലായിരുന്നു പുള്ളിയുടെ പണി. എല്ലാ ക്ലാസ്സിലും അവിടെ തോപ്പിച്ച് നിർത്തുകയായിരുന്നു. ആൾക്കാർ 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നടത്തി തീപ്പെട്ടി കമ്പനിയൊക്കെ നടത്തി പൊട്ടിപ്പൊളിഞ്ഞപ്പോ ഇല്ലേ ചെന്നൈയിലേക്ക് സിനിമാ മോഹമായിട്ട് കയറിയ ആളായിരുന്നു. അവിടെയും പോയിട്ടൊന്നും നടന്നിട്ടില്ല ഇല്ലേ. നമ്മൾ ശ്രീനിവാസന്റെ ഒക്കെ കഥ നമുക്കറിയാം ഇല്ലേ. വീട്ടിൽ നിന്ന് അല്ലെ സ്വന്തം വീട്ടിൽ നിന്നേ മോഷ്ടിക്കുള്ളൂട്ടാ. തേങ്ങ, കുരുമുളക്, കശുവണ്ടി ഇതൊക്കെ മോഷ്ടിച്ചിട്ട് പണി എന്താണ്? സിനിമ കാണാൻ പോകൽ. അച്ഛന്റെ അടി നിരവധി തവണ കൊണ്ടിട്ടുണ്ട് ഈ സിനിമ കാണാൻ പോകും. അവസാനം അദ്ദേഹം വണ്ടി കയറി. എവിടത്തേക്ക് കയറി? ചെന്നൈയിൽ. അന്ന് മദിരാശി എന്നാ പറയുന്നത് അല്ലെ, മദ്രാസിലേക്ക് വണ്ടി കയറി. അവരുടെ എല്ലാം ഉള്ളിനുള്ളിൽ ഒരു മോഹം ഉണ്ടായിരുന്നു, സിനിമയിൽ വരിക എന്നുള്ളൊരു മോഹമായിരുന്നു. അതൊക്കെ അവിടെ പൈപ്പിലെ വെള്ളം കുടിച്ചും അവിടെ നോക്കണം. അവരുടെ ചരിത്രം വായിച്ചു നോക്കണം നിങ്ങള്. അവിടെ പോയിട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കാനല്ല, പൈപ്പിലെ വെള്ളം കുടിച്ച് പട്ടിണി കിടന്നിട്ടൊക്കെ പയറ്റിയവരാണ് അവരൊക്കെ പിന്നീട് തെളിഞ്ഞ് വന്നു സുഹൃത്തുക്കളെ. അതുപോലെ തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. കുറച്ച് പഠിക്കാനും ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും ഒക്കെ ഉണ്ടാവും. അപ്പോഴൊന്നും തോറ്റ് പിന്മാറാതെ ഇല്ലേ അവരൊക്കെ നിന്ന് അതേപോലെ ആവേശത്തോടുകൂടി പാഷനായിട്ട് ഇതിനെടുത്തു കഴിഞ്ഞാൽ അവർ ചരിത്രം സൃഷ്ടിച്ചതുപോലെ 4ാം ക്ലാസ്സുകാരന്റെ ഇന്നസെന്റ് ഇന്ത്യൻ പാർലമെന്റ് അംഗം പോലും ആകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് പാഠ്യവിഷയമാണ്. ആലോചിച്ച് നോക്കണം നിങ്ങള്. പാഠ്യവിഷയമാണ് ഇന്നസെന്റിനെ കുറിച്ചുള്ള വിഷയങ്ങൾ. അതെല്ലാം നമുക്ക് തരുന്നത് പാഠങ്ങളാണ്. അതുപോലെ തന്നെ ശ്രീനിവാസൻ അവിടെ പോയി വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ ആരാ സിനിമയിലെടുക്കും? ഈ കറുത്ത കാരിട്ട് അല്ലെ, ഇരുട്ട് പോലുള്ള ഈ കറുത്ത നിന്നെ ആര് സിനിമയിലെടുക്കും? സൗന്ദര്യം വേണമെന്നായിരുന്നു അന്നത്തെ കാലത്ത് ചിന്ത. പക്ഷെ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും നിർമ്മാണവും എല്ലാം സകല സമസ്ത മേഖലകളിലും ഇല്ലേ ആ ഇൻഡസ്ട്രിയിലെ കൊടികുത്തിവാണ മഹാസ്ത്രീയായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്കൊരു നന്ദി. രണ്ടുപേർക്കും അവര് കാലകരണപ്പെട്ടു പോയി. കാലത്തിന്റെ യവനികയുടെ പിറകിലേക്ക് പോയ അവരുടെ ആത്മാവിനെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്, ഓർമ്മിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചരിത്രത്താളുകളെ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ ഇൻഡസ്ട്രിയിലൂടെ വിജയിച്ച ആളുകളെ നമ്മുടെ ഭാവിയിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠ്യവിഷയമായിട്ട് വരുമ്പോ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിപ്പിക്കും പോലെ ഡയറക്ട് സെല്ലിംഗ് ചരിത്രം ഭാവിയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പാഠ്യവിഷയമാകുമ്പോ അതിലും നിങ്ങളുടെ പേരുകളിലും തങ്കലിവുകളാൽ ചേർക്കപ്പെടണം. മനസ്സിലായ? എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ഗോൾഡൻ ബെല്ല് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ വളർന്നു വന്നതായിരുന്നു അവര്. അങ്ങനെ അവർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു ഇല്ലേ. ഇന്നിപ്പോ 1500 കോടിയുടെ അസറ്റുള്ള മഹാവ്യക്തിത്വമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും. ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. ഇവിടെ 1500 കോടിയോ 5000 കോടിയോ ഒന്നും അല്ല കേട്ടോ ഡയറക്ട് സെല്ലിംഗിൽ. അത്രയും വലിയ മനോഹരമായ ഇൻഡസ്ട്രിയാണ് സുഹൃത്തുക്കളെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇത്രയും ബെനിഫിറ്റ് കൊടുക്കുന്ന ഇൻഡസ്ട്രി ലോകത്തില്ല എന്നുള്ളതാണ്. പാസീവ് ഇൻകമാണ്. നമ്മൾ ഉറങ്ങിക്കിടന്നാലും പണം നൽകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെങ്കിൽ നിങ്ങൾ മരണം വരെയും പണിക്കാരനായി ജീവിക്കേണ്ടി വരുന്നതാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും പണം വരണം. ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. ഇന്ന് രാവിലെ 5 മണിയാകുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു. മനസ്സിലായ? എന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് 16,000 സംതിങ് വന്നിട്ടുണ്ട്. ഇന്നലെ നല്ല ഉറക്കമായിരുന്നു. ഇപ്പൊ ഞാൻ 5:45 എഴുന്നേറ്റത്. ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത്. ഉറങ്ങിക്കിടക്കുമ്പോഴും ഒന്ന് വേണം. ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം തരുന്ന ഇൻഡസ്ട്രിയാണ്, ഒരു സാധാരണക്കാരന് പണം തരുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. വേറെ ഏത് ഇൻഡസ്ട്രിക്ക് തരാൻ വേണ്ടി സാധിക്കും? അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ലെങ്കിൽ നിങ്ങൾ മരണം വരെയും മരണത്തിന്റെ തലേ ദിവസം വരെയും പണിക്കാരനായി ജീവിക്കേണ്ടി വരും. ആ അവസ്ഥാവിശേഷത്തിലേക്ക് മാറേണ്ട സാഹചര്യം നമുക്കിന്നില്ല. ഇവിടെ അതിനുള്ള അവസരമുണ്ട്. അത് തിരിച്ചറിയുക, ഏറ്റെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഭയങ്കര സാധ്യതയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കുള്ളത് ഇവിടെ. അതുപോലെ തന്നെ പാസീവ് ഇൻകം ഞാൻ പറഞ്ഞു ഇല്ലേ, പാസീവ് ഇൻകം, ഫിനാൻഷ്യൽ ഫ്രീഡം. എന്താ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കണം. കൊതിച്ചുകൊണ്ട് അത് നോക്കിയിട്ട് കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരല്ല
ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നവൻ. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു മാളിൽ കയറി അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി, ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട എന്തും വാങ്ങി കഴിക്കാനോ വാങ്ങിക്കൊണ്ടുപോകാനോ ഉള്ള അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകണം. അതിന് നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകണം. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് സാധാരണക്കാരനെ നയിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയെ വേൾഡിലുള്ളൂ, ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ. ആ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അതിൽ നമ്പർ 1 കമ്പനിയാണ് ഇവയോട്ടോറിയം, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇപ്പൊ നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന എത്ര പേരുണ്ട് ഈ നാട്ടില്, അല്ലേ? ആരുമില്ല എന്ന് പറയാം. 99% ആളുകൾക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്റെ സുഹൃത്തുക്കളെ. 1% വലിയ വലിയ ബിസിനസ്സുകാർക്ക് മാത്രമേ അതുള്ളൂ. ആ ലെവലിലേക്ക്, അവരെക്കാൾ വലിയ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നിങ്ങളുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടാകുന്ന വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ബിസിനസ്സുകാരുടെ എണ്ണം നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ നിങ്ങളുടെ പരിസരത്ത് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പഞ്ചായത്ത് പോലും കാര്യം ഉണ്ടായി എന്ന് വരില്ല, പരിസരത്ത് ഉണ്ടാവുള്ളൂ. അതുക്കും മേലെ നമുക്ക് 4, 5, 10 വർഷം കൊണ്ട് പറന്നുയരാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രി, അതുക്കും മേലെ നമുക്ക് ഉയരാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സംശയവും വേണ്ട, അതുക്കും മേലെ നമുക്ക് ഉയരാൻ വേണ്ടി സാധിക്കും. അത്രയും സ്ട്രോങ് ആണ് ബയോട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് മാനസികമായിട്ട് തയ്യാറാകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നോമിനേഷൻ ഫെസിലിറ്റി, നമുക്ക് ധൈര്യമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാം. മനസ്സിലായ? നമ്മുടെ രാമേന്ദ്ര സാറൊക്കെ പാട്ട് പാടും പോലെ, അല്ലേ? അല്ലേ? വീണ്ടും ഒരു ജന്മം ഈ ഭൂമിയിൽ തരുമോ എന്നൊരു പാട്ടുണ്ട്, അല്ലേ? എന്താണ് അതിന്റെ വരി തുടങ്ങുന്നത്? ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന് അവസാന നിമിഷം കരഞ്ഞുകൊണ്ട്, ഇല്ലേ? അവിടെ കിടന്നുകൊണ്ട് കണ്ണിന്ന് വെള്ളം വരുമ്പോ, ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോ അങ്ങനെയൊന്നും വിലപിക്കേണ്ടി വരില്ല നമ്മള്. കാരണം നമ്മൾ അത്രയും ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലുള്ളത്, അത്രയും റിച്ച്നെസ് നമ്മുടെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളും അവരെയും നമ്മുടെ പേരക്കുട്ടികളും ഒക്കെ സമൃദ്ധി അനുഭവിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അവരെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഈ ബയോട്ടോറിയം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. മനസ്സിലായ? പിന്നെ വീണ്ടും ഒരു മോഹം ഉണ്ടാവും നമുക്ക്, അല്ലെ? ഈ മോഹം എന്ന് പറയുന്നതിന് അവസാനമില്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഒരു മോഹം ഉണ്ടാവും, വീണ്ടും ഒരു ജന്മം കിട്ടിയാൽ നമുക്ക് നല്ലതായിരുന്നു. ആ പാട്ടിന് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു മോഹത്തോടു കൂടി നമുക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച് വിഷമിച്ചു കൊണ്ടുപോകണ്ട. ഇവിടെ തന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു മഹോത്സവമാക്കി മാറ്റണം. ജീവിതം എന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ടും വേദനിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും തള്ളി നീക്കാനുള്ളതല്ല ജീവിതം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും നമ്മളെ സംബന്ധിച്ചുള്ള ആഹ്ലാദം നിമിഷങ്ങളാക്കി മാറ്റണം, വലിയൊരു മഹോത്സവമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ ഡയറക്ട് സെല്ലിംഗിൽ കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മഹോത്സവമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും, വർണ്ണാഭമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും, കളറുള്ളതാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സമയമായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് നിർത്താൻ വേണ്ടി സാധിക്കില്ല. ഡയറക്ട് സെല്ലിംഗിന്റെ പവറിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കും, ഈ ഡയറക്ട് സെല്ലിംഗിൽ വിജയിച്ചവർ ആരൊക്കെ ഉണ്ടോ ഈ കേരളത്തിൽ, ഇല്ലേ? ഉണ്ടോന്ന്? എന്റെ സുഹൃത്തുക്കളെ, ഇതേപോലെ അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അറിയാം, ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഡോക്ടറേറ്റ് നേടിയ, നമ്മളെ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് പഠിപ്പിച്ച ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ ദീപശിപ്പ് കൊളുത്തിയ പ്രിയങ്കരനായ ഷംസുദ്ദീൻ സാർ, തിരുവനന്തപുരം, അല്ലെ? അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ആ ഗവൺമെന്റ് എംപ്ലോയി സ്ഥലത്ത് രാജിവെച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരികയും, അല്ലെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡയറക്ട് സെല്ലിംഗ് പഠിപ്പിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഇന്ന് എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കൊടുക്കുന്ന കമ്പനി. അതാണ് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത് കുറയില്ല, അത് കൂടും. ഗവൺമെന്റ് ജോലിക്കാരൻ മരിച്ചാലും അവരുടെ കുടുംബത്തിലേക്ക്, ഇല്ലേ, പെൻഷൻ ഉണ്ട്. അതിന് ലിമിറ്റ് ഉണ്ട്. അത് ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് നമുക്കറിയാം, പുട്ടും കടലും കഴിക്കാനുള്ള കാശേ ഉണ്ടാവുള്ളൂ. അത്, അല്ലേ? അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. അത് കുറയില്ല, കൂടുമൊന്നും പോകുന്നില്ല. അത് അവർ ലെവലിൽ കിട്ടും. പക്ഷേ ഇവിടെ ഓരോ വർഷം ബിസിനസ് നടക്കുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക്, ഷംസുദ്ദീൻ ഫാമിലിയിലേക്ക് കിട്ടുന്നത് നമ്മൾ കൂടിക്കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ വരുമാനം അല്ലാണ്ട് കുറയാൻ വേണ്ടി പോകുന്നില്ല സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്കണം. ഷംസുദ്ദീൻ സാർ കൂടും. അതുപോലെ അശോകൻ സാർ, തൃശ്ശൂർക്കാരനായ അശോകൻ സാർ സാധാരണക്കാരനായിരുന്നു. അദ്ദേഹമൊക്കെ വളർന്നു ഉയർന്നു വന്നപ്പോ ഇന്നൊക്കെ അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണെന്ന് അറിയാം, ചിന്തിക്കാൻ പറ്റില്ല, കണക്കൂട്ടിയെടുക്കാൻ പറ്റില്ല. ഇന്നും അദ്ദേഹത്തിന്റെ വൈഫും മക്കളും അനുഭവിക്കുന്നത് ആ പാസീവ് ഇൻകം ആണ്. നോമിനേഷൻ ഫെസിലിറ്റിയുടെ കിട്ടുന്ന
പാസീവ് ഇൻകത്തിന്റെ മധുര മനോഹാരിത അവരൊക്കെ ഇന്ന് നുകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും സാധിക്കും, ഒരു സംശയവും വേണ്ട. വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇന്ന് തിരിച്ചറിവോടുകൂടി ആവശ്യത്തോടുകൂടി ഇതെടുക്കണം. നമുക്കറിയാം, സിനിമാ മേഖലയിൽ തിളങ്ങി നിന്ന ഒത്തിരി ആളുകളുണ്ട്, എറണാകുളത്തേക്കുള്ള ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവരുടെ കുടുംബത്തിന് വിഷമമുണ്ടാകും. അവരൊക്കെ മരണപ്പെട്ടപ്പോ സിനിമ അതോടുകൂടിയിട്ട് അവരുടെ കുടുംബത്തിലെ വരുമാനവും നിലച്ചപ്പോ പല പല ആളുകളും അവർക്ക് സിനിമയിലുള്ള ആളുകൾ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ആ തിളങ്ങിയ അവസരത്തിൽ നല്ല തിളക്കത്തോടെ നിന്നിട്ടുണ്ടെങ്കിലും അവരുടെ കാലശേഷം അവരുടെ കുടുംബമൊക്കെ പല പ്രതിസന്ധികളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളൊന്ന് തിളങ്ങുന്ന നക്ഷത്രമായി മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉദിക്കുന്ന ഒരു സൂര്യനെ പോലെ സൂര്യ തേജസ്സോട് കൂടിയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ കാലശേഷം നമ്മുടെ നോമിനിയിലേക്ക് കൈമാറപ്പെടാൻ വേണ്ടി പോകുന്നത് നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വലിയ ഇൻകം ആയിരിക്കും. കാരണം ഇത് ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഡയറക്ട് സെല്ലിങ്ങിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഒന്നും കൂടി നിങ്ങളെ ഉള്ളിലുള്ള കണ്ണൊന്ന് തുറന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദിവസവും 100 ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും ഈ ഇൻഡസ്ട്രിയുടെ ലീഗലൈസേഷനെ കുറിച്ചിട്ടും ഇതിൽ കിട്ടുന്ന പണത്തെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. 1 കോടിയൊന്നുമല്ല, ഒരു വർഷം 160 കോടി രൂപയിലേക്ക് എത്തുന്ന ഒരവസ്ഥാ വിശേഷം ഒരു 5 വർഷം കഴിയട്ടെ. 2030 ആകുമ്പോഴേക്കും ബയട്ടോറിയത്തിലൂടെ 160 കോടി രൂപ വാങ്ങുന്ന 100 കണക്കിന് ആളുകൾ നമുക്ക് കൊച്ചു കേരളത്തിൽ മാത്രം ഒരുമിച്ച് ഒന്നായിട്ട് മുന്നേറിയാൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളും അതിന് തയ്യാറാകുക. ഞാനും ആ 160 കോടിയിലേക്ക് എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നാളെ നമ്മുടെ RTP ആണ്. ഇന്ന് വരുന്ന ആളുകൾക്ക് നേരത്തെ വന്നാൽ അവിടെ താമസ സൗകര്യവും ഭക്ഷണമൊക്കെ ഉണ്ടാവും. അതിനൊന്നും 1 രൂപ കൊടുക്കണ്ട. വരേണ്ട റൂട്ടെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ട് നിങ്ങൾ ലീഡേഴ്സിനെ വിളിക്കുക. ട്രെയിൻ വന്ന് ഇറങ്ങിയാൽ അവിടുന്ന് വരാനുള്ള വഴികളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ എത്തിച്ചേരുക എന്നാണ് പറയാൻ. നാളെ വരുന്ന ആളുകൾ നേരത്തെ പുറപ്പെടണം. ഇതൊരു ടൂർ അല്ല, ഇതൊരു ട്രെയിനിങ് സെഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യം 10 മണിക്ക് തന്നെ നമ്മൾ പ്രോഗ്രാം ആരംഭിക്കും. അതുകൊണ്ട് വൈകാതെ എല്ലാവരും കൃത്യസമയത്ത് നിങ്ങളുടെ ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഓരോ ലീഡേഴ്സും ഒരു തള്ളക്കോഴി മറ്റു കുട്ടിക്കോഴികളെ കൊണ്ടുപോകുന്നത് പോലെ ഓരോ ലീഡേഴ്സും ഒരുമിച്ചുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇല്ലേ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം. ആ പ്രോഗ്രാം സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ നിങ്ങളുടെ മാനസികാവസ്ഥ വേറെ ലെവലിലായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ 160 കോടിയിലേക്ക് അടുത്ത് എത്തുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് മാറാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവേശവും ഊർജ്ജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയട്ടോറിയം.